ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും കൊച്ചടുക്കളയിൽ നമ്മുടെ ഓണം സീരീസ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കറികളെല്ലാം കഴിഞ്ഞു. ഒരു ഓണസദ്യ എന്ന് പറഞ്ഞാൽ തൊട്ടുകറികൾ, ഒഴിച്ച് കറികളെല്ലാം കഴിഞ്ഞാൽ പിന്നെ എന്താ നമുക്ക് വേണ്ടത്? പ്രധാനമായിട്ട് വേണ്ടത് പായസം തന്നെയാണ്. പായസം എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്, നമ്മൾ കഴിഞ്ഞൊരു 6 സീരീസ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തെറ്റിയതാണ്. ഇത് 7ാമത്തെ സീരീസാണ്. എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒരു അഭിപ്രായം വന്നു, ചേച്ചി ഇത് 7th സീരീസാണെന്ന് പറഞ്ഞിട്ട്. 2019 തൊട്ട് നമ്മൾ ഓണം സീരീസ് ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ ഇത് 7ാമത്തെ സീരീസാണ്. അപ്പോൾ ഈ 7ാമത്തെ സീരീസ് കഴിയുമ്പോൾ, അതായത് ഇതിൽ വന്ന് നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ പായസത്തിൻ്റെ ട്രഡീഷണൽ പായസത്തിൻ്റെ റെസിപ്പീസ് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. കുറേ ചെയ്തിട്ടുണ്ട് അല്ലേ. എല്ലാം എന്താ പറയുക, അടാപ്പഴം, ചെറുപരിപ്പ്, കടല, ഗോതമ്പ്, ഏതാണ്ട് കുറേ കഴിഞ്ഞു. പാൽപ്പായസം ഉൾപ്പെടെ ഞാൻ ചെയ്തതുകൊണ്ട്, നമ്മൾ തൃശ്ശൂർ പോയി ചെയ്തതുണ്ട്, പാലക്കാട് ചെയ്ത പല വെറൈറ്റീസ് കാണിച്ചു കഴിഞ്ഞു, നാടൻ സ്റ്റൈലിലും. വേണമെങ്കിൽ ഇനിയും പല ടൈപ്പ് ഓഫ് ട്രഡീഷണൽ നമുക്ക് ചെയ്യാം. എങ്കിലും ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം കുറച്ച് നാടൻ വിട്ടിട്ട് പായസത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡിഫറെൻ്റ് ആകാമെന്ന് വെച്ചു. ഇച്ചിരി കൂടെ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റഡ് വേർഷൻസ് ചെയ്യാമെന്ന് വെച്ചു. ഇതും ഞാൻ കുറേ നാൾ മുന്നേ ചെയ്തിട്ടുള്ള പായസം തന്നെയാണ്. ഇത് ടോഫി സേമിയ പായസം. സാധാരണ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്നു, കുട്ടികൾക്കെല്ലാം ഇഷ്ടമാണ് സേമിയ പായസം. വെള്ള പായസമാണ് എല്ലാവർക്കും ഇഷ്ടം, ജനറലി പറഞ്ഞത് ഇപ്പോഴത്തെ ജനറേഷൻ. മോസ്റ്റ്ലി ജനറൽ റൂൾ അല്ല, എന്നാലും ഞാൻ കേൾക്കുന്നത് അങ്ങനെയാണ് എപ്പോഴും. വെള്ള പായസം, പാൽപ്പായസം, അല്ലെങ്കിൽ മിസിലി, വെള്ള പായസമാണ് ഇഷ്ടം, പാൽപ്പായസം, അങ്ങനെ പാല് ചേർത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഇപ്രാവശ്യം നമുക്ക് വെർമിസിലി പായസത്തിൽ തന്നെ സേമിയ പായസം ഒരു ടോഫി ഫ്ലേവറിൽ ചെയ്യാം. അതും വളരെ പോപ്പുലറാണ്, ടോഫി സേമിയ പായസം. ഇത് ഞാൻ ഏകദേശം ഒരു 5 വർഷം മുന്നേ മാജിക് അവനിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോഫി സേമിയ പായസം ചെയ്യാം. അതിന് വേണ്ട കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞു. നോക്കിക്കോളൂ, അത് നമ്മുടെ കണ്ടൻസ് മിൽക്കില്ലേ, മിൽക്ക് മെയ്ഡ്, അത് കുക്കറിൽ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ നെകക്കെ വെള്ളം ഒഴിക്കണം. അതായത് ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചത്. കുക്കറിൻ്റെ ഇത് വെയിറ്റ് ഇടണം, എല്ലാം ചെയ്തിട്ട് ഒരു ഫസ്റ്റ് വിസിൽ വരെ ഫുൾ ഫ്ലെയിമിൽ, അത് കഴിഞ്ഞാൽ തീ കുറച്ചിട്ട് ഒരു 25 മിനിറ്റ് 25 മിനിറ്റ്സ് ഇതുപോലെ ബോയിൽ ചെയ്യണം. വിത്ത് വെയിറ്റാണ് കേട്ടോ കുക്കറിൽ. അങ്ങനെ പ്രഷർ കുക്കറിൽ 25 മിനിറ്റ് ചെറിയ തീയിൽ ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ തണുക്കാൻ വെച്ചിരുന്നു. ഞാനിത് നേരത്തെ തന്നെ ചെയ്തു വെച്ചു. ചെറിയൊരു ചൂടേ ഉള്ളൂ ഇപ്പോൾ, അത് വെള്ളത്തിൽ കിടന്നതുകൊണ്ട്. ഇനി തുറന്ന് നോക്കാം. അപ്പോൾ അതൊരു ടോഫി ഫ്ലേവർ ആകും, പക്ഷെ ഒരു കാരമലൈസ്ഡ് ആയിട്ട് വരും. കളർ കണ്ടോ, നല്ല ടോഫിയായി. ഇതാണ് നമ്മൾ സേമിയ പായസത്തിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ചേർക്കുമ്പോൾ ടോഫി ഫ്ലേവർ വരും. ഇതിനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം, എന്നിട്ട് സ്മൂത്താക്കി വയ്ക്കാം. കാണുമ്പോൾ തന്നെ അറിയാം, എൻ്റെ ദൈവം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു രീതിയിലാക്കി കഴിയുമ്പോൾ. ഒരു കാരമൽ അല്ലെങ്കിൽ ഒരു ടോഫി ഫ്ലേവർ, കാരമലും അല്ല ശരിക്കും ഒരു ടോഫി ഫ്ലേവറാണ്. നമ്മുടെ ടോഫീസിലെ മുട്ടായിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. ഇതിനിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് സോഫ്റ്റാക്കി വെക്കാം. കുറച്ചൊരു ക്രീമി ആയിട്ട്, കുറച്ച് കട്ടിക്കിരിക്കുമല്ലേ, ഇങ്ങനെ ചെയ്താൽ മതി, അത് ക്രീമി ആകും. എൻ്റെ ടോഫി എന്ന് ഞാൻ വിളിച്ചു പോവാണ്. ഫുൾ ഞാനിങ്ങനെ ഇതൊന്ന് എടുത്തു. കുറച്ചെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എന്താ ചെയ്യണ്ടേ. യെസ്, ആഹാ, എന്താ ടേസ്റ്റ്. കഴുകിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ടോഫി വെർമിസിലി പായസം സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ദേ ഒരു സൈഡിൽ 4 കപ്പ് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഓഫ് ചെയ്തു. ഒരു 1/2 ലിറ്റർ പാലും ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഉരുളി ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ്, ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് മതി. ഇപ്പോൾ നമുക്ക് അവസാനം അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ആ സമയത്ത് കൂടുതൽ നെയ്യ്. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്യാനാണ് വെർമിസിലി. ഇപ്പോൾ പക്ഷേ നമുക്ക് കടകളിൽ നിന്ന് റോസ്റ്റഡ് വെർമിസിലി എന്ന് പറഞ്ഞ് തന്നെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനൊരു ഫോർമാലിറ്റി ഇല്ലെങ്കിലും റോസ്റ്റഡ് വെർമിസിലി കണ്ടല്ലോ, ഇത് ആക്ച്വലി റോസ്റ്റഡാണ് വാങ്ങാൻ കിട്ടുന്നത്. എങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. റോസ്റ്റ് ചെയ്ത് തന്നെ നെയ്യിലിട്ടിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കും. അതാണ് ആദ്യത്തെ പരിപാടി. വളരെ ഈസി വർക്കാണിത്. ഇതൊരു 100 grams ഓഫ്
സേമിയ അല്ലെങ്കിൽ വെർമിസെല്ലി എന്ന് പറയും. ഞാനിപ്പോൾ കപ്പ് അളവെടുക്കുകയാണെങ്കിൽ ഒരു 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. നെയ്യിലിങ്ങനെ ചെറുതായി ചൂടാക്കുമ്പോൾ ഉള്ളൊരു മണം, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. അത് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇതൊന്ന് ചൂടായാൽ മതി കേട്ടോ, അല്ലാണ്ട് ഓൾറെഡി റോസ്റ്റ്. അപ്പോൾ റോസ്റ്റഡ് അല്ലാത്ത സേമിയ അല്ലെങ്കിൽ വെർമിസെല്ലി ആണെങ്കിൽ മാത്രം അത് ആ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കാൻ പോകുന്നു. ഇത് അളന്ന് വെച്ച വെള്ളമാണ്, 4 കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം. ബോയിലിംഗ് വാട്ടർ ഒഴിക്കുന്നു. ഇനി ഈ സേമിയ ഇതിൽ കിടന്നൊന്ന് വേകട്ടെ. വെർമിസെല്ലി നന്നായിട്ട് തിളച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ തിളയ്ക്കുന്നതിൻ്റെ കൂടെ അത് വേകുകയും ചെയ്യും. എന്തായാലും നന്നായിട്ട് വെന്തിട്ട് മാത്രമേ നമുക്കതിന് മധുരമുള്ള എന്ത് കാര്യവും ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് കല്ലിച്ചു പോവും, വേഗില്ല കറക്റ്റായിട്ട്. ഇത് നന്നായിട്ട് വേകട്ടെ, പെട്ടെന്നാകും. നല്ല മണം. ഇപ്പോൾ വെള്ളം ഏകദേശമൊക്കെ വറ്റാറായി, നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അതിലിട്ട് പാലൊഴിക്കാം. ഇത് കാച്ചിയ പാലാണ്. അത് എന്താ പറയുക, പാട കെട്ടാണ്ട് വെക്കുക. പാട കെട്ടിയ പാലാണെങ്കിൽ നമ്മൾ ഇളക്കി കാച്ചിയിട്ട് പാടയില്ലാണ്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ക്രീം മാറ്റിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ പാടയോടുകൂടി ഒഴിച്ചാൽ എനിക്ക് സുഖമില്ല, എനിക്കൊട്ടും ഇഷ്ടമല്ല പാട. പക്ഷേ അല്ലാണ്ട് അരിച്ചൊഴിക്കേണ്ടി വരും, അപ്പോൾ അതിൻ്റെ ക്രീമൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇളക്കി കാച്ചി പാടയില്ലാണ്ട് മാറ്റി വയ്ക്കണം. ഇത് നോക്കിയേ. ഇനി പാലിൽ ഒന്ന് കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, ഒരു 5 മിനിറ്റ്സ്. അത് കഴിഞ്ഞാൽ നമ്മുടെ പാകത്തിന് വെന്തോന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. എന്നുള്ളത് 1/4 കപ്പ് ചേർത്താലും മതി പഞ്ചസാര. അത് നമ്മളിനി ടോഫി സോസ് ചേർക്കുന്നുണ്ടല്ലോ, കണ്ടൻസ് മിൽക്ക്, ഒരു ടിന്നാണ് ടോഫി ആക്കി വെച്ചിരിക്കുന്നത്. തിളക്കട്ടെ. അപ്പോൾ ഈ വെർമിസെല്ലി പായസമൊക്കെ ഉണ്ടാക്കാൻ എന്താ എളുപ്പം അല്ലേ. ഈ ടോഫി പായസം എന്ന് പറഞ്ഞാൽ ഒരു പാടുമില്ല. ടോഫി നമുക്ക് തലേ ദിവസം തന്നെ ഇങ്ങനെ ടിന്ന് കണ്ടൻസ് മിൽക്ക് മെയ്ഡ് ഇതുപോലെ ഒരു 25 മിനിറ്റ് നേരം പ്രഷർ കുക്കറിൽ വെച്ച് തിളപ്പിച്ച് വെക്കാമല്ലോ, വേവിച്ചല്ല എന്താ പറയുക, അത് തന്നെ കുക്കറിൽ വെച്ചിട്ട് ചെയ്യാം. അതായത് ഫസ്റ്റ് വിസിൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 25 മിനിറ്റ്സ് ചെറിയ തീയിൽ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് തണുത്തിരിക്കുക. അതൊന്നിങ്ങനെ തുറന്ന് നമ്മൾ ആ സമയത്ത് എടുത്താൽ മതിയല്ലോ. വെർമിസെല്ലി പിന്നെ റോസ്റ്റഡ് കിട്ടും, ഞാനിപ്പോൾ ചെയ്ത പോലെ ചെയ്താൽ മതി. പാലൊക്കെ വെച്ചിട്ട് എളുപ്പമല്ലേ, ഈസി. പാലിലും കൂടി കിടന്ന് വെന്ത് കഴിഞ്ഞാലേ അതിനാ ഒരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പാലിലും കൂടി വേവിക്കുന്നത്. ചെറുത് തള വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇനി ചേർക്കാം. അപ്പോൾ വെർമിസെല്ലി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നു. ഏട്ടാ മൂക്ക് തന്നെ ഉണ്ടാക്കുന്നത്, മൂക്ക് എന്നിട്ട് പുഴു എത്തിയിട്ടുണ്ട്. ഞം 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 ഞം. ഇങ്ങനെ പൊടുമൂട് വന്നിരിക്കുന്നു, മണം അടിച്ച. എന്താ മുന്നേ ഇതെന്താ? യമ്മി. എന്താ ഇത്? യമ്മി യമ്മി. എന്താ വേണ്ടേ? പായസം. വാട്ട് ഈസ് ഇറ്റ്? ഓടോ പറ എന്താ ഇത്? അമ്മാമ്മ എന്തുണ്ടാക്കണു? വാട്ട് ഈസ് അമ്മാമ്മ മേക്കിംഗ്? യമ്മി യമ്മി. നോക്കൊരു ഹായ് പറയൂ. അമ്മ അതെ മോളൊരു ഹായ് പറയൂ. അയ്യോ ഹായ് പറയാ. ഹായ്. പാൽപ്പായസം. മുന്നേ തരാം. ഓക്കെ, പാകം. ഈ പുടുവിൻ്റെ ഒരു കാര്യം, പുടുവിന് ക്ഷമയില്ല അല്ലേ മുന്നേ. പായസം യമ്മി. എന്താ ഇത്? യമ്മി പറയൂ. യമ്മി. ഇതൊരു ഹായ് പറയാ എല്ലാവരും. പിന്നെ പായസം. ഓക്കെ നമുക്കിനി ഇതിലേക്ക് ടോഫി സോസ് ഒഴിക്കാം. നമ്മുടെ ടോഫി സോസ് ഇതിലേക്ക് മിക്സ് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ ഇച്ചിരി പായസം ഇങ്ങോട്ട് ഒഴിക്കുന്നു. ഒന്നുകൂടി ഇരുന്നത് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. എൻ്റെ ഒരു കയ്യിൽ പൊടുമ്പോളിരിക്കുവാണ്, അത് പ്രധാന കാര്യം. യെസ്, മോൾക്കാണല്ലോ അമ്മ തരാം. യെസ്, ഇനി ഇത് നന്നായിട്ടൊരു സ്മൂത്താക്കി മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, കാരമൽ ടോഫി സോസ് ഒഴിക്കുന്നു. ഇനി ഒരു നല്ല മിക്സിങ്. ടോഫി കളറിലേക്ക് മാറി.
വാട്ട് എ ബ്യൂട്ടിഫുൾ പായസം. പൊടുവിന് തരാം കേട്ടോ. അടിപൊളി ടോഫി വേർമിസലി പായസം റെഡി. ഇനി നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തിടാം. പിന്നെ ഇതിൽ ഏലക്കായുടെ ഫ്ലേവർ സത്യം പറഞ്ഞാൽ ആവശ്യമില്ല, കാര്യം ഒരു ടോഫിയുടെ ഫ്ലേവറാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയും ചേർക്കാം. മോളുടെ പായസം, ഇത് പായസം കുടിച്ചിട്ടേ പോകുന്നത് തീരുമാനമാണ്. നമ്മുടെ കുഞ്ഞി ഇഷ്ടമായോ നമുക്ക്? ഇഷ്ടപ്പെട്ടു. ഞാൻ അല്പം ഒന്ന് തണുപ്പിച്ചിട്ട് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തിട്ടിട്ടില്ല. അതിന് മുന്നേ പുടുമോളാണ് ഇന്നത്തെ ടേസ്റ്റിംഗ്. അണ്ടിപ്പരിപ്പ് മുന്തിരിക്കാൻ വേണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക്. സോ ഞാൻ ഇച്ചിരി എടുത്ത് തണുപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കും. പുടുവിന് ഇഷ്ടമായി ടോഫി പായസം. ഇഷ്ടമായമ്മ? യമ്മി യമ്മി എങ്ങനെ പറയും? യമ്മി യമ്മി. ഇഷ്ടമായോ മക്കളെ? എന്താണ് മോൾക്ക് ഇഷ്ടമായോ? യമ്മി പറയൂ. യമ്മി. അയ്യോട്ടോ, യമ്മി യമ്മി. ഇഷ്ടമാണെങ്കിൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യുള്ളൂ കഴിക്കുന്നത്. യാ ഓക്കെ. ഇനി വേണം കൊണ്ട് തരാം. ഓ മതി കഴിയും. മതി. മോർ. ഓ കാണിച്ചോട്ടോ മോർ ഒന്ന് രണ്ട്. എങ്ങനെ മോർ കാണിച്ചേ? മോർ. ഹൗ ഡു യു സേ മോർ? രണ്ട് ഇതൊക്കെ ഈ കുറച്ച് മിസ് റേച്ചലൊക്കെ കാണുന്നുണ്ട് ആള്. അതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ പഠിക്കുന്നതാണ്. മോർ. ഹൗ ടു സേ മോർ എന്നുള്ളത് ഇങ്ങനെ കാണിക്കുന്നത്. മോർ. ഓക്കെ. നമ്മുടെ ടോഫി പായസം അടിപൊളി. ഇതിലേക്ക് ഞാൻ എന്തായാലും ഇച്ചിരി ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 to 3/4 ടീസ്പൂൺ ആകാം, നമ്മുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. പായസം എന്ന് പറയുമ്പോൾ ഒരു ഏലക്കയുടെ മണം വരണമല്ലോ, അതുകൊണ്ട്. അല്ലെങ്കിൽ ഇത് ശരിക്കും ഒരു ടോഫി ഫ്ലേവറാണ്, പക്ഷെ പായസത്തിന് ഒരു കാർഡമം ഫ്ലേവർ വേണം. പക്ഷെ നിങ്ങളുടെ ഓപ്ഷനാണ്, അല്ലാണ്ട് തന്നെ ഒരു ഗംഭീരമാണ്. ഇനി നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർക്കാം. ഓക്കെ. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണിനകത്ത് നെയ്യ് ചൂടാക്കുന്നു. നെയ്യ് ചൂടായി തുടങ്ങി. ആദ്യം അണ്ടിപ്പരിപ്പ്, അത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം. 25 to 50 grams, എനി നമ്പർ ഈസ് ഓക്കെ. എനിക്ക് പൊതുവേ കൂടുതലിടുന്നതാണ് ഇഷ്ടം. അപ്പം നിറയെ കിട്ടും. ഇത് 50 gram ഉണ്ട്. അണ്ടിപ്പരിപ്പിൻ്റെ കളർ ചെറുതായി മാറി തുടങ്ങുമ്പോൾ കിസ്മിസും കൂടി ചേർക്കുക. ഈക്വൽ ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇടാം, അതല്ലെങ്കിൽ കിസ്മിസ് 25 gram, അണ്ടിപ്പരിപ്പ് 50, അങ്ങനെ ഇട്ടാലും മതി. ഞാൻ അണ്ടിപ്പരിപ്പാണ് കൂടുതലിടുന്നത്, കിസ്മിസ് കുറച്ചൊന്ന് കുറച്ചു, 25 grams. അതും ഇച്ചിരി കൂടെ ഉണ്ട്, 50 gram എടുത്ത് വെച്ചിട്ട് കുറച്ച് മാറ്റി, അത്രേ ഉള്ളൂ. ഇനി ഈ എന്താ പറയുക, നമ്മുടെ കിസ്മിസ് ഇങ്ങനെ ബബിളായി വരും, ബബിളിയും. അങ്ങനെ മുന്തിരിങ്ങയെല്ലാം ബബിളായി കഴിഞ്ഞു. ഇനി ഇച്ചിരി കൂടെ ഒന്ന് നോക്കണം. ഞാനിപ്പോൾ ചെറിയ തീ, ഈ അടുപ്പിൽ തീ അല്പം കുറവാണ്, അതുകൊണ്ട് ഇച്ചിരി കൂടെ സമയം എടുക്കും. ഇത് ചൂടോടുകൂടി, ആ നെയ്യോടുകൂടി നമ്മൾ പായസത്തിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഇതേ ഇപ്പുറത്തെ അടുപ്പ് കുറച്ച് ഫ്ലെയിം കുറവാണ്, അത് കാരണം കുറച്ച് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് മുട്ടുകൊണ്ടിരിക്കുന്നത്. സോ പാകത്തിന് മുട്ട് കഴിഞ്ഞു, മതി, ഇത്ര മതി. ഗോൾഡൻ ബ്രൗൺ. തീ ഓഫ് ചെയ്യട്ടെ. ആഹാ, എന്താ മണം! അങ്ങനെ ടോഫി വേർമിസലി പായസം ഇസ് റെഡി. ഇനി ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകിയാലും കുഴപ്പമില്ല, കുറച്ച് തിളപ്പിച്ച വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, പാലൊന്നും എക്സ്ട്രാ വേണമെന്നില്ല. ഓക്കെ, ഞാനൊരല്പം മധുരമല്ലേ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പുടുമോളുടെ ടേസ്റ്റിങ് കഴിഞ്ഞ് മോള് പോയി. ഇപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ടേസ്റ്റിംഗ് ആണ്. എന്താ രുചി! ഇറ്റ്സ് ടു ഗുഡ്. ടോഫി വേർമിസലി പായസം
സാധാരണ വെർമിസെല്ലി പായസം ഉണ്ടാക്കുന്നതിന് പകരം ഇത് തന്നെ ഉണ്ടാക്കണം. അത്ര എക്സലൻ്റാണ്. ഉണ്ടാക്കാൻ ഒരു പാടുമില്ല, ഈസിയാണ്. നിങ്ങൾ കണ്ടാണല്ലോ എങ്ങനെ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഈ പായസം ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ടോഫി വെർമിസെല്ലി പായസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ ഈ പായസം. അപ്പോൾ മറക്കാതെ ഇത് ഉണ്ടാക്കുക. അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. തയ്യാറാക്കി നോക്കിയിട്ട് വീണ്ടും കമൻറ്റ് ചെയ്യാൻ വരണം കേട്ടോ. പിന്നീട് നിങ്ങളുടെ അഭിപ്രായം അറിയേണ്ടായിരിക്കാം. അപ്പോൾ ഇനി ഓണം സീരീസ് തീർന്നിട്ടില്ല, ഇനി ഒരെണ്ണം കൂടി ഉണ്ട് ബാക്കി. ഒരു പായസം കൂടി ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ താങ്ക് യു സോ മച്ച്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.